വ്ളോഗ് നമ്പർ 114 വിമതൻ. ഹലോ ഓൾ, സാൻ ന്യൂസ് ശേഷം ഭാഗം സ്ക്രീനിലേക്ക് സ്വാഗതം. പേട്രിയോട്ട്, ഇന്നാണ് പേട്രിയോട്ട് കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായിട്ടുള്ള ഒരു റിവ്യൂ ആണ്. എന്നിരുന്നാലും പടം കണ്ടപ്പോൾ എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ചിത്രത്തിൻ്റെ ഇതിവൃത്തത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ സ്വകാര്യതയ്ക്ക് എത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ട്. പക്ഷെ അത് സിനിമയിൽ സ്വകാര്യതയുടെ അതിർവരമ്പുകൾ വിടുന്ന ഒരു ഘട്ടത്തിനെ കുറിച്ചിട്ടാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അത് ഏറ്റവും രസമായിട്ട് തന്നെ നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ്ങിലൂടെയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ പലരും സിനിമ കണ്ടവരാവും, കാണാത്തവരും ഉണ്ടാവും. ഇതൊരു സ്പോയിലർ ആണെങ്കിൽ കൂടിയും ഇത് പറയാതെ വയ്യ. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസ് തല്ലി തകർക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരങ്ങോട്ട് ഇടിച്ച് കയറി അവിടെയുള്ള ഓരോ ക്യാബിനിലെ കമ്പ്യൂട്ടറുകളൊക്കെ വലിച്ചെറിയുന്നൊരു സീനാണ്. ഒരാൾ സാധാരണക്കാരൻ, അയാൾ ഒരു ലുങ്കിയൊക്കെ എടുത്തിട്ട് അയാൾ ആ ഒരു ക്യാബിനിൽ ആ ഒരു ടേബിളിൻ്റെ മുകളിൽ കയറി നിന്ന് കമ്പ്യൂട്ടർ വലിച്ചെറിയുന്നൊരു സീനുണ്ട്. ആക്ച്വലി അത് വലിയൊരു എന്താ പറയുക, ആ ഒരു ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് എത്രത്തോളം ഇപ്പോഴും നമുക്ക് ആയിട്ടില്ല. കാരണം ആ ലിറ്ററസി ഇല്ലാത്തവരാണ് പലപ്പോഴും ഇതിൻ്റെ ഇരകളായി മാറുന്നത്. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ ബയസൊക്കെ നമ്മളവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ആ സീൻ. ഇനി നമ്മുടെ കഥാപാത്രങ്ങളിലേക്കും അഭിനേതാക്കളിലേക്കും വരികയാണെങ്കിൽ, മലയാളത്തിലെ എന്നല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖരായിട്ടുള്ള ആക്ടേഴ്സാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ മമ്മൂട്ടിയും ലാലേട്ടനും, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി. എനിക്ക് തോന്നിയത് ഇവർക്കെല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നിയത്. പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്, അതിപ്പോൾ മമ്മൂക്കയും ലാലേട്ടനുമാണെങ്കിൽ കൂടിയും ശരിക്കും അവരുടെ ആ ഒരു ഏജിന് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഫഹദും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. അതേപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും ദർശനയും തമ്മിലുള്ളത്, മമ്മൂട്ടിയും നയൻതാരയും തമ്മിലുള്ളത്, അതേപോലെ വേറൊരു ലേഡി ഉണ്ട്, അവർ തമ്മിൽ. അപ്പം അങ്ങനെ ഈവൻ ഫഹദും ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രമായിട്ടുള്ള ഫഹദിൻ്റെ ഫാദർ ക്യാരക്ടർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരഭിപ്രായം. പിന്നെ നമുക്ക് ഈ സിനിമയുടെ ഒരു സ്കെയിൽ അറിയാം, എത്രത്തോളം വലുതാണ്, അതിന് എത്രത്തോളം ബഡ്ജറ്റ് അവർ ചിലവഴിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ ഒരു വലിയ സ്ക്രീനിൽ അത് കാണാനുണ്ട്. അതിൻ്റെ വിഷ്വലായാലും അതിൻ്റെ സൗണ്ട് പാർട്ടായാലും മറ്റ് ടെക്നിക്കൽ സൈഡായാലും ഈവൻ ഡയറക്ഷൻ ആയാലും എല്ലാം നമുക്കതിൻ്റെ ആ ഒരു സ്കെയിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു മലയാള സിനിമയ്ക്ക് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷ്വൽ ട്രീറ്റ്, ആ ഒരു ഓഡിയോ ട്രീറ്റൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ വെറുതെ ഒരു സിനിമ കാണുകയല്ല, ഇതെല്ലാം ആസ്വദിച്ച് കാണണം എന്നുണ്ടെങ്കിൽ പേട്രിയറ്റ് is definitely a theater watch movie. ശേഷം ഭാഗം സ്ക്രീനിൽ.